അജയ് ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ക്രൂവിന്റെ കൂടെ? നിങ്ങളൊക്കെ പണ്ടേ ഫ്രണ്ട്സ് ആണെന്ന് തോന്നല്ലേ എല്ലാവരും അറിയാം. പിന്നെ സിജുനെയൊക്കെ ഇതിലാണ് വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടപ്പോ വേണ്ടിയിരുന്നില്ലാന്ന് തോന്നിയായിരുന്നോ? അത് തോന്നി, പക്ഷെ ചെയ്യാനത് അതങ്ങ് പോയി, അത് പരിചയപ്പെട്ടു പോയി. അത് ഡെയിലി ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. നേരത്തെ പറഞ്ഞ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മളത് തരണം ചെയ്യാതെ അതാണ് ആ ഒരു പൊന്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ട് അത്രയും മാന്യനും നിഷ്കളങ്കനുമായ ഒരു ബേസിൽ ജോസഫിനെ കണ്ടതിന് ശേഷം ഇതിനകത്തേക്ക് നോക്കുക പേടിയാവുന്നത്. എന്താ ചേട്ടാ ഇസഡൊക്കെ വരച്ചു വെച്ചേക്കണേന്റെ കഥ? ഇത് എന്താണ് സത്യത്തിൽ? ഇത് ആരാണ് നിങ്ങള്? ഇത് ലൂക്ക് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഒരു കുറച്ച് ഇങ്ങനത്തെ ഒരു കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ളൊരു പുള്ളിയാണ്. പുള്ളി പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനൊക്കെ ഫോട്ടോ എടുത്തിട്ട് OLX-ലൊക്കെ വിൽക്കാനിട്ടിരിക്കുന്ന ടൈപ്പ് ഒരു പുള്ളിയാണ്. അങ്ങനത്തെ കുറച്ച് ആലോചിക്കുമ്പോൾ എടാ ഇത് പ്രാന്താന്ന് തോന്നും. പക്ഷെ അവൻ പറയുന്നത് ഈ നാട്ടിൽ ഒരു ഉപകാരവും ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ പിന്നെ എന്തിനാ ഇവിടെ? നാട്ടുകാർക്ക് ഗുണമില്ലാത്ത പോലീസ് സ്റ്റേഷൻ ഇവിടെ ഇല്ല, നിങ്ങളത് വിൽക്കാനിട്. ആ രീതിയിൽ പ്രതിഷേധം അറിയിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി ആണ് ഇതൊക്കെ. അല്ല ക്രിയേറ്റിവിറ്റി ഈ ലെവലൊക്കെ ചിന്തിക്കാൻ പറ്റാന്ന് സംഭവിച്ചിട്ടുണ്ട്. ആണോ? അങ്ങനെ പോലീസ് സ്റ്റേഷനടുത്ത് വെക്കാനായിട്ട് അതിനിടയിൽ നൈസ് പോലീസുകാരെല്ലാം നന്നായിട്ട് പെരുമാറി എനിക്ക് ഇത്ര മണിയായപ്പോ ചായ കൊണ്ട് തന്നു. അവിടെ പിടിക്കപ്പെട്ടൊരു പ്രതിയാണ് ഇപ്പൊ 5 സ്റ്റാർ റേറ്റിംഗ് ഒരു പോലീസ് സ്റ്റേഷന് കൊടുത്തിട്ടുണ്ട്. സംഭവിച്ചിട്ടുള്ളതാണ്.